ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തേർഡ് എക്സ്പെരിമെൻ്റ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. തേർഡ് എക്സ്പെരിമെൻ്റ് ഈസ് ഓൾ അബൌട്ട് പ്രിസമാണ് നമുക്ക് മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിസത്തിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 120/60 mm എന്ന് തന്നിട്ടുണ്ട്. ആ ഡയമെൻഷനിലുള്ള ഒരു പ്രിസമാണ് നമുക്ക് മോഡൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഐവറി കാർഡ് വേണം, കട്ടിംഗ് ബ്ലേഡ് വേണം, ഫെവിക്കോൾ, സ്റ്റീൽ റൂളർ, ഇതെല്ലാം ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീജിയർ നമ്മൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ഡെവലപ്മെൻറ്റൽ ഫിഗർ ഉണ്ട് അല്ലേ. ഇനി പ്രിസ എന്താണെന്ന് ഡൗട്ടുള്ള ഉണ്ടെങ്കിൽ പറയാം. ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് പ്രിസത്തിന്. ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പാണെന്ന് അറിയാം. ട്രയാങ്കിളിൻ്റെ 3D ഫോമാണ് പ്രിസം എന്ന് പറയുന്നത്. പ്രിസം പിരമിഡൊക്കെ ട്രയാങ്കിളിൻ്റെ 3D ഫോമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാക്കേണ്ടത് പ്രിസമാണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നിരിക്കുന്ന ഡയമെൻഷൻ അനുസരിച്ച് നമ്മുടെ ഐവറി കാർഡ് ഷീറ്റിൽ 120/60 mm, അതായത് 12/6 എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് വരയ്ക്കുക. 1 cm ഫ്ലാപ്പ് കൊടുത്തിരിക്കുന്ന സൈഡിലൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ അത് ചെയ്തതിന് ശേഷം നമുക്കത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഒരു പ്രിസം കിട്ടും. ആ പ്രിസം നമുക്ക് ഇനി പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ കളേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പ്രിസം മേക്ക് ചെയ്യാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സിലിണ്ടർ ഇന്നത്തെ സബ്മിഷൻ വരുന്നത് എന്താണ്? കഴിഞ്ഞ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം സിലിണ്ടർ കുറേ പേര് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് മെൻഷൻ ചെയ്യുക ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അല്ലാത്തവർ ഇന്നത്തെ അറ്റൻഡൻസ് എടുക്കുന്നത് നമ്മൾ സിലിണ്ടറിൻ്റെ സബ്മിഷനാണ്. കാര്യം പെട്ടെന്ന് എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. സിലിണ്ടറൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരാഴ്ച കിട്ടും ടൈം. പെയിൻറ്റ് ചെയ്യാനുള്ളവർക്ക് പെയിൻറ്റ് ചെയ്യാനും. അതുകൊണ്ടാണ് 1 വീക്ക് ടൈം തരുന്നത്. അപ്പോൾ ഇന്നത്തെ സബ്മിഷൻ എന്ന് പറയുന്നത് സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ നോട്ട്ബുക്കിലെ നോട്ട്സും ഈ പറയുന്ന പോലെ ഈ നോട്ട്സും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ മോഡലും സബ്മിറ്റ് ചെയ്തിട്ട് 8 മണിക്ക് മുമ്പായിട്ട് എനിക്ക് അയച്ചു തരിക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പ്രിസം ചെയ്തിട്ട് അയക്കുക. ഇപ്പോൾ സിലിണ്ടർ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ പ്രിസം എടുത്ത് വെച്ച് ചെയ്യുക. അല്ലാത്തവർ സിലിണ്ടർ ചെയ്ത് എനിക്ക് അയക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇപ്പോൾ നമ്മൾ തേർഡ് എക്സ്പെരിമെൻ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഐവറി ഷീറ്റൊന്നും ഇല്ലാത്തവർ എൻ്റെ അടുത്ത് പറയുക. ഞാൻ അവരോട് ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക. അപ്പോൾ ആരും ചെയ്യാതിരിക്കേണ്ട, എല്ലാവരും ചെയ്യുക ഷീറ്റ് എടുത്ത് വെച്ചിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചോദിച്ചോളൂ.